ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സർവസ്തുതിയും. അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിനേകാധിപരെ നിയതമാർത്തിപ്പൂ ഞങ്ങളെ മാത്രം സബദം സഹായമർത്തിപതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹ പാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടവർ വഴിയെല്ലാം സന്മാർഗദൃഷ്ടർത്തൻ വഴിയുമെല്ലാം ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. Sign in. Good morning, everyone. I am Asina, and I feel truly delighted to welcome you all to today's online class. Let us start this session with a positive spirit filled with joy, energy, and eagerness to learn something new. Every class is an opportunity to gain knowledge, share ideas, and grow together. So, let us make the best use of this time. Today's class will be conducted by Ms. Mender Jisha Ma'am. We are grateful for your guidance and support, Ma'am. And we warmly welcome you. Now, with great respect, I invite Ms. Sinsi Sumesh to address the class. Thank you. Good morning. I am Sinsi Sumesh. Today's thought. Life and times are the world's best teachers. Life teaches to make good use of time, and time teaches to value of life. ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ. ജീവിതം നമ്മെ സമയം നന്നായി വിനിയോഗിക്കാൻ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു. താങ്ക് യു. ഫ്രണ്ട്സ്, ഞാനൊരു മോറൽ സ്റ്റോറി പറയട്ടെ. ഓക്കേടാ. Okay, thank you. Minnie and Tinny were best friends. On a holiday, they went into a forest. Suddenly, they saw a bear coming at them. Minnie climbed up the tree and he did not think about Tinny. Tinny lay down and held his breath. The bear came, sniffed him, and thought he was dead and went away. Minnie asked, "What did the bear whisper into your ears?" Tinny replied, "The bear asked me to keep away from friends like you and went away." The moral of the story is, a friend in need is a friend indeed. Thank you all. ഞാനൊരു കഥ പറയട്ടെ. Okay, ചേച്ചി. പന്ത് കിട്ടി.
ഒരു ദിവസം സിംബോമാനും കൂട്ടുകാരും ഒരു മൈതാനത്ത് പന്ത് കളിക്കുകയായിരുന്നു. ഹയ്യടാ ഹയ്യ, നല്ല രസം. കിട്ടുമ്പോൾ ഒറ്റത്തട്ട് പന്ത് തെറിച്ചു പോയി. പിഷും. പന്ത് മൈതാനത്തിന് പുറത്തേക്കാണല്ലോ പോകുന്നത്. അവരെല്ലാം നോക്കി നിന്നു. പന്ത് ചെന്ന് വീണത് എവിടെയാണെന്നോ? ഒരു ലോറിയുടെ പിന്നിൽ. പന്തെടുക്കാൻ അവർ ലോറിയുടെ പിന്നാലെ ഓടി. എന്നാൽ ലോറിക്കാരൻ കുട്ടുകരടി ഇത് ഒന്നും അറിഞ്ഞില്ല. കുട്ടു ലോറി വേഗത്തിൽ പറപ്പിച്ച് പാഞ്ഞുപോയി. ഇനി എന്തു ചെയ്യും? വിട്ടുപൂച്ച ചോദിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവരെല്ലാം വിഷമിച്ചു നിന്നു. അപ്പോൾ കിച്ചു കാക്കച്ചി പറന്നെത്തി. ഞാൻ പന്തെടുത്ത് തരാം, കിച്ചു പറഞ്ഞു. കിച്ചു ലോറിയുടെ പിന്നാലെ പറന്നു. എന്നിട്ട് ലോറിയുടെ നേരെ മുകളിലെത്തി. ലോറി വേഗം കുറച്ചതും കിച്ചു പറന്നു ചെന്ന് പന്തെടുത്തു. കിച്ചു പന്തുമായി കൂട്ടുകാരുടെ അടുത്തെത്തി. അവർ കിച്ചുവിന് നന്ദി പറഞ്ഞു. താങ്ക് യു കിച്ചു. എന്നിട്ട് കളി തുടർന്നു. താങ്ക് യു. സമയമുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറ. മായാവിയുടെ ഒരു സ്റ്റോറി പറയട്ടെ. ലു മായാവി അല്ല കേട്ടോ, ലുട്ടാപ്പിയാണ് കേട്ടോ, സോറി. ലുട്ടാപ്പി. ഒരു ദിവസം ലുട്ടാപ്പി ഒരു സ്കൂളിലെത്തി. എല്ലാവരെയും പേടിപ്പിക്കാം. ലുട്ടാപ്പി പാഞ്ഞ ക്ലാസ്സിലേക്ക് ചെന്നു. ഫ്രീ. കുട്ടികൾ പേടിച്ച് പുറത്തേക്ക് ഓടി. അയ്യോ ലുട്ടാപ്പി, കുട്ടികൾ കരച്ചിലായി. ആ വഴി വന്ന മായാവി ഇത് കണ്ടു. ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. മായ വേഗം വേഗം ഒരു മന്ത്രം ചൊല്ലി. ഓ ഹ്രീം ക്ലോസ് ഹ്രീം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ കഥയുടെ പകുതി ആയപ്പോഴേക്കും എനിക്ക് പിന്നെ കേൾക്കുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നോ? പവർ പോയായിരുന്നു. പവർ പോയപ്പോ വൈഫൈ പോയി, അതുകൊണ്ടാണ് കേട്ടോ പറയാൻ പറ്റാതിരുന്നത്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. രണ്ട് കഥ പറഞ്ഞാൽ ആദ്യത്തെ കഥ പറഞ്ഞു തീർന്നു. ഞാനിപ്പോ നേരെ ടൈം ഉണ്ടല്ലോ എന്നോർത്ത് ഒരു കഥയും കൂടി പറഞ്ഞതാ മാം. മായാവി മന്ത്രം ചൊല്ലി അവിടെ വരെ ഞാൻ കേട്ടുള്ളൂ. മായാവി മന്ത്രം ചൊല്ലിയതാണോ ലുട്ടാപ്പി മന്ത്രം ചൊല്ലിയത്? എന്തോ ഒരു മന്ത്രം ചൊല്ലി വരെ ഞാൻ കേട്ടു. അതൊക്കെ ചൊല്ലിയതാണ്. Okay, if you wish to come continue, you can please. ഞാൻ ആദ്യമേ തുടങ്ങി പറയാം മാം. ഒരു മിനിറ്റ് കേട്ടോ, എടുക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ മാം. ലുട്ടാപ്പി.
ഒരു ദിവസം ലുട്ടാപ്പി ഒരു സ്കൂളിലെത്തി. എല്ലാവരെയും പേടിപ്പിക്കാം. ലുട്ടാപ്പി പാഞ്ഞ് ക്ലാസ്സിലേക്ക് ചെന്നു. ഫ്രീ. കുട്ടികൾ പേടിച്ച് പുറത്തേക്ക് ഓടി. അയ്യോ ലുട്ടാപ്പി! കുട്ടികൾ കരച്ചിലായി. ആ വഴി വന്ന മായാവി ഇത് കണ്ടു. ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. മായാവി വേഗം ഒരു മന്ത്രം ചൊല്ലി. ഓ ഹ്രീം ക്ലോസ് ഹ്രീം. പെട്ടെന്ന് ക്ലാസ് മുറിയുടെ വാതിലും ജനലുമൊക്കെ അടഞ്ഞു. അയ്യോ, പുറത്തിറങ്ങാൻ എന്തു ചെയ്യും? ലുട്ടാപ്പി പേടിച്ചു. രക്ഷിക്കണേ! ലുട്ടാപ്പിയുടെ കരച്ചിൽ കേട്ട് മായാവി വാതിലും ജനലുമൊക്കെ പഴയതുപോലെ ആക്കി. ലുട്ടാപ്പി കുന്തത്തിൽ കയറി പറന്നു. കുട്ടികൾ ചിരിച്ചുകൊണ്ട് മായാവിക്ക് നന്ദി പറഞ്ഞു. താങ്ക് യു മാം. ലുട്ടാപ്പിയും മായാവിയും ഒക്കെ ഒരു നെസ്റ്റ് ആണല്ലേ, പക്ഷെ എപ്പോഴും ഈ ലുട്ടാപ്പിയോട് ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സാധാ പാവം ഫീലിംഗ് തോന്നും. കാണാൻ വളരെ ക്യൂട്ടുമാണ്, പക്ഷെ ആൾക്ക് എപ്പോഴും എന്തെങ്കിലും പറ്റും. ടോം ആൻഡ് ജെറിയിലെ ടോമിന് പറ്റുന്ന പോലെ തന്നെ എനിക്ക് ടോമിന് ലുട്ടാപ്പിയൊക്കെ ഒരേ കാറ്റഗറി ആയിട്ട് തോന്നുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ, ഓണം ടൈം ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു മാം. പക്ഷെ ഒരു അബദ്ധം പറ്റി മാം. ഞങ്ങള് രണ്ടുപേര് ഡാൻസ് ചെയ്തപ്പോൾ ഞാനാണ് അതിൻ്റെ ഓഡിയോ ഇട്ട് കൊടുത്തത്. അപ്പൊ അവർ അൺമ്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഓഡിയോ ഇട്ടപ്പോൾ എൻ്റെയാണ് കാണുന്നത്. അവരുടെ നമ്മൾ റെക്കോർഡ് ക്ലാസ് കൂടിയപ്പോൾ എൻ്റെയാണ് കാണുന്നത്, അവരുടെ ഡാൻസ് കാണുന്നില്ല. പക്ഷെ വേറൊരു തൻസീറ എണ്ണാണോ ആരോ അതൊന്നും എടുത്തിട്ട് ഗ്രൂപ്പിൽ അതൊരു മോഡിഫൈ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ക്ലിപ്പ് പോലെ. അതില് അവരൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, കാരണം ഞാനാണ് ഓഡിയോ ഇട്ട് കൊടുത്തത്. അവരെ നമ്മൾ തന്നെ ഓരോരുത്തരായിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അറിയില്ലായിരുന്നു അങ്ങനെ വരും എന്നുള്ളത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, റെക്കോർഡ് ക്ലാസ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ വരും എന്നുള്ള ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മാം. ഓഡിയോ ആരാണോ പറയുന്നത് അവരെ ഹൈലൈറ്റ് ചെയ്ത് കാണും. പിന്നെ ഹോസ്റ്റ് പിൻ ചെയ്യണം. പക്ഷെ എന്താ ഹോസ്റ്റ് പിൻ ചെയ്യുമ്പോ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ഒരു വിൻഡോയുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത്ര വിൻഡോസ് കാണാൻ പറ്റുള്ളൂ, ഇത്ര പ്രൊഫൈൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആരെയാണ് പിൻ ചെയ്യേണ്ടതെന്ന് അവർക്കും മനസ്സിലാവില്ല. അവർക്കും ഓഡിയോ പറയുന്നത് മാത്രമായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. ഡാൻസ് ചെയ്യുന്നത് അത് അവർക്ക് കിട്ടില്ല. ചിലപ്പോ പാർട്ടിസിപ്പൻസ് കുറവാണെങ്കിൽ കാണാൻ പറ്റും, പാർട്ടിസിപ്പൻസ് കൂടുതലാണെങ്കിൽ. എനിക്കിപ്പം നമ്മളിവിടെ 21 പേരുണ്ട്, അതിൽ കൂടുതൽ ഇല്ല എന്നാണ് ഞാൻ തോന്നുന്നത്. 4 പേരെ എനിക്ക് എക്സ്ട്രാ കാണാൻ പറ്റുന്നില്ല. 21 വിൻഡോസ് ആണ് എന്റെ ലാപ്ടോപ്പിൽ മാക്സിമം, അത്രയും പ്രൊഫൈലിൽ കാണുള്ളൂ. അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കുമല്ലോ. അത് സാരമില്ല, നമുക്കത് പകരം അത് ചെയ്തല്ല. ഇട്ടതുകൊണ്ട് അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. സോ ഇപ്പം ഇങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും നല്ലൊരു ഓണം സെലിബ്രേഷനും ഒരു ഓണം മൂഡ്, ഓണം മൊമെന്റ്സ്, ലവ്ലി മൊമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ആഘോഷങ്ങളെല്ലാം നമ്മളുടെ കൂടിച്ചേരലുകളാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഡിഫറൻസസ് പരസ്പരം ഉണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതുപോലുള്ള ഗ്യാതറിങ്സ്, ആഘോഷങ്ങളിലൂടെയുള്ള ഗ്യാതറിങ്സ്. നമ്മുടെ ഫാമിലി ഫംഗ്ഷനിലും ഒക്കെ അങ്ങനെ തന്നെയല്ലോ, എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും. യെസ് ലവ്ലി പ്ലീസ്. കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങള് കുറച്ചുപേരെ പങ്കെടുത്തുള്ളൂ എങ്കിൽ അത് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വിചാരിക്കണം മാം. ഓക്കെ, ഇനിയുണ്ടല്ലോ അവസരങ്ങള്, അതൊക്കെ നമുക്ക് ആഘോഷിക്കാം. അതെ മാം. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് 13 അല്ലേ? ഈ 13 അല്ലേ നിങ്ങളുടെ ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത മന്ത് ഏത്? ഏപ്രിൽ. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു പ്രിപ്പയർ വൺ മാഗസിൻ. നിങ്ങൾക്കൊരു മാഗസിൻ, നിങ്ങളുടെ ബാച്ചിന്റെ ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാം. ഇത് കമ്പൽസറി മാൻഡേറ്ററി ഒന്നുമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മളുടെ ഇത്രയും ഒരു കോൺവെക്കേഷൻ സമയത്താണ് അതിന്റെ ഒരു ലൈറ്റ്നിങ് പ്രകാശനം ഒക്കെ നടക്കുന്നത്. നിങ്ങൾക്കത് അങ്ങനെ ഇപ്പോ ഹാർഡ് കോപ്പി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല, അത്രയും എക്സ്പെൻസ് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ് കോപ്പി ആയിട്ട് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒരു ടീം വർക്കാണ് മാഗസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടീം വർക്കാണല്ലോ സ്റ്റുഡൻസ് മാഗസിൻ എന്ന് പറയുന്നത്.
അപ്പോ ഫസ്റ്റ് ബാച്ചും 5th ബാച്ചും ചെയ്തു. 8th ബാച്ച് ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കോൺവെക്കേഷൻ ആയി വരുന്നുണ്ട്. മീൻസ് നവംബറിലായിരിക്കും അവരുടെ കോൺവെക്കേഷൻ. പക്ഷെ അവർ അതിന്റെ എല്ലാ പ്രിപ്പറേഷൻസും ഓൾമോസ്റ്റ് തീരാറായി. ചില ബാച്ചുകൾ ചെയ്യാറില്ല എന്ന് വെച്ചാൽ അവർക്ക് അതങ്ങ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെയാണോ എന്തോ അറിയില്ല. അപ്പോ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോഴേ തുടങ്ങുവാണെങ്കിൽ എക്സാം ടൈമിലൊന്നും അതിന് വേണ്ടിയിട്ട് കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ഭംഗിയായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. 1st ഉം 5th ഉം ഓൾറെഡി അവരുടെ കോൺവെക്കേഷൻ സമയത്ത് അവരത് പ്രസന്റ് ചെയ്തിരുന്നു. നമുക്കൊരു കോപ്പി തരുകയും ചെയ്തിരുന്നു ഹാർഡ് കോപ്പി. അപ്പൊ 8th ഇപ്പൊ ഒരു മെസ്സേജ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് കൊടുത്തേ ഉള്ളൂ. അവരത് എഡിറ്റ് ചെയ്തോണ്ടേക്ക് ഇരിക്കുകയാണ്. പിന്നെ എന്ത് വേണമെങ്കിലും ലൈക്ക് ലാംഗ്വേജ് അതിന്റെ ഒരു ക്രൈറ്റീരിയ അല്ല കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയിൽ ചെയ്യണമെങ്കിൽ ഹിന്ദിയിൽ ചെയ്യാം. മാക്സിമം നമ്മള് മലയാളികൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്ത് വേണമെങ്കിലും ആ പോം ആവാം, സ്റ്റോറി ആകാം, കോഡ്സ്, ഫേമസ് ആളുകളുടെ കോഡ്സ് വേണോ അത് കളക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്ററി പോലെ, ഒരു മാഗസൈൻ്റെ ഒരു ഫോർമാറ്റ് അറിയാലോ, ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, കുക്കിംഗ് ടിപ്സ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി. പക്ഷെ എല്ലാം അതാവണമെന്നല്ല, അതിനനുസരിച്ച് കോളംസ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, കോൺഫ്ലിക്ട്സിലേക്ക് പോകരുത്, ഡിസ്കസ് ചെയ്ത് സോർട്ട് ചെയ്യുക. നല്ല തീരുമാനം പറയുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. സോ ആ ഒരു ടീം വർക്കിൽ എവരിബഡി ഹാസ് ദാറ്റ് സ്ട്രെങ്ത്, പാഷൻ, പൊട്ടൻഷ്യൽ അല്ലെ? നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഈച്ച് ആൻഡ് എവരി വൺ ഹാസ് ദാറ്റ്, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ആ ഒരു പേജിൽ നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, യു ക്യാൻ ഡു. ഇഫ് നിങ്ങൾക്ക് തോന്നുവാണ് ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല, പറ്റില്ല, നിങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ഇതൊരു നിർബന്ധമായിട്ട് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊന്നും അല്ല. നമുക്കറിയാലോ, നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോഴേക്കും എല്ലാ വർഷവും ഓരോ മാഗസൈൻ ഇറങ്ങും. നമ്മുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. സോ ആ ഒരു രീതിയിൽ യു ക്യാൻ ഡു. പേജ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നവരുണ്ടാകും. ഓരോരുത്തരും അവരവരുടെ പൊട്ടൻഷ്യൽ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സെയിം ക്വാളിറ്റി ഉള്ള വേറൊരാളുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടെ അത് ഡിസ്കസ് ചെയ്ത് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് എവിടെ വരെയായിരുന്നു? സെമിനാർസ് എല്ലാം കഴിഞ്ഞു. അത് ഏതെങ്കിലും ടീം ബാക്കിയുണ്ടോ? ആരോ പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഒരു ഓർമ്മ. ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ? കഴിഞ്ഞല്ലോ അല്ലെ? നമ്മുടെ സെമിനാർ പോർഷൻസ് എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ ഒരു ഹെൽപ്പ് വേണ്ടത് എന്താ വെച്ചാല്, നമ്മുടെ മണിപ്പൂരി ബാച്ച് അവർക്ക് സാറ്റർഡേസ് മാത്രമാണ് ക്ലാസ്, നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോവാണ്. ഇനി ചൈൽഡ് വെൽഫെയർ അവർക്കായിട്ടുള്ളൂ, അതായത് പാർട്ട് 1 ലാസ്റ്റ് യൂണിറ്റ്. അപ്പോ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പാർട്ട് 2 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണല്ലോ. അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ നിങ്ങൾക്കത് കഴിഞ്ഞോ? കഴിഞ്ഞു? ആ ചാപ്റ്റർ കഴിഞ്ഞു? എടുത്തു തുടങ്ങിയോ? ഇപ്പൊ എവിടെയാ എടുക്കുന്നത്? ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്? മാം അതില് നീഡ്സ് ആണ് നമ്മുടെ അശ്വതി മാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നീഡ്സ് 3യും 4ഉം എടുത്തിട്ടില്ല മാം. പിന്നെ അതുപോലെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇതൊന്നും എടുത്തിട്ടില്ല മാം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആ 5 യൂണിറ്റ് കഴിയുമ്പോൾ അതൊരു നട്ട്ഷെല്ലില് ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മൾ സെമിനാർ എടുത്തില്ലേ, അതുപോലെയല്ല, ജസ്റ്റ് അതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും പറ്റുവാണെങ്കിൽ ആ വീഡിയോ അങ്ങനെ തന്നെ അവർക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേക്കും എനിക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവരും സ്ട്രഗിൾ ചെയ്യും. ഒരു ക്ലാസ് കൊണ്ട്, ആഴ്ചയിൽ ഒരു ക്ലാസ് കൊണ്ട് എങ്ങും എത്തില്ലല്ലോ. ഓക്കെ, അതില് നമ്മുടെ കിം ആണെങ്കിൽ ഡിസംബറിൽ മണിപ്പൂരിലേക്ക് തിരിച്ചു പോകും. പിന്നെ കേരളത്തിലേക്ക് കിം വരില്ല. കിം അതിന് മുമ്പ് പ്രാക്ടിക്കൽ സെഷൻസ് അറ്റൻഡ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വരുന്നത്, നമ്മള് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകണമല്ലോ സ്കൂളില്, അതെന്നായിരിക്കും? പാർട്ട് 3 ഇല്ലേ, പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് ഒരുവിധം ആയി കഴിയുമ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊന്നും കൂടെ നോക്കണം,
അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്കൂള് അതുപോലെ ഒരു സ്കൂളായിരിക്കണം. കാരണം നമ്മളുടെ പ്രൊഫൈലിൽ നമ്മൾ ആ സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു പ്ലസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ സെലക്ട് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, സ്കൂളിലെ ആനുവൽ ഡേ, എക്സാം ടൈം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോകരുത്. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അല്ലാത്ത ഒരു ടൈമിൽ പോകുവാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ആനുവൽ ഡേക്ക് മുമ്പ്, എക്സാമിന് വളരെ മുമ്പ്, അല്ലെങ്കിൽ എക്സാമിന് ശേഷം. CBSE സ്കൂളായിരിക്കണം നിർബന്ധമുണ്ടോ? CBSE സ്കൂൾ ആയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പോ LKG UKG സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്കൂളുകളുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അടുത്തുള്ള സ്കൂൾ LKG UKG ഉണ്ട്, 4th വരെ ഉള്ളൂ. ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ്, ഗവൺമെന്റ് സ്കൂള്, മാനേജ്മെന്റ് സ്കൂളാണ്. അപ്പൊ അത് മതിയാവുമല്ലേ മാം? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ അതിനനുസരിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക. കാരണം ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്ക് കാര്യമായി ചെയ്യാൻ കിട്ടും കേട്ടോ, ചില സ്കൂളുകളിൽ. കാരണം അവർ ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക, അവർക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലേ, മോണ്ടിസോറി മെത്തേഡ് എന്താന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ CBSE സ്കൂളിലാകുമ്പോൾ ഓൾറെഡി LKG UKG ചില സ്കൂളുകാര് മോണ്ടിസോറി കഴിഞ്ഞവരെ തന്നെയാണ് എടുക്കാറ്. TTCയെക്കാളും ചില സ്കൂളുകൾ പ്രിഫർ ചെയ്യാറുണ്ട് മോണ്ടിസോറി കഴിഞ്ഞവരെ. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, ഏത് സ്കൂളിൽ ചെയ്യാം. ചിലര് മക്കള് പഠിക്കുന്ന സ്കൂളിൽ ചെയ്യാം, കാരണം പിന്നീട് അവിടെ ഒരു ഓപ്പണിങ് വരുമ്പോ എന്നെ പ്രിഫർ ചെയ്യും, ആ ഒരു രീതിയിൽ പോയി അങ്ങനെ ജോബ് പ്ലേസ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നമുക്കൊരു ജോബ് ആവശ്യമാണ് നമ്മുടെ നിയറസ്റ്റ് സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ മനസ്സിലുണ്ടെങ്കിൽ, കാരണം പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാലൻസിങ്. അപ്പൊ അങ്ങനെ എല്ലാ സൈറ്റ്സും നോക്കിയിട്ട് ഓടിപ്പോയി എവിടെയെങ്കിലും പോയി ചെയ്യാന്നുള്ളതല്ല, എല്ലാം നോക്കി ഒന്ന് ചെയ്യാം. എൻ്റെ മോൻ്റെ +2 പഠിപ്പിച്ച ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അസുഖത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മാം പറഞ്ഞു യൂറോപ്യൻ കൺട്രീസിലേക്ക് നല്ലതാണ്, LKG UKG നല്ല സാലറിയാണ്, PR കിട്ടാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്കല്ല, ഞാൻ എല്ലാവർക്കും കൂടി ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ് മാം. കാരണം അവിടെ നല്ല LKG UKG ഈ മോണ്ടിസോറി കോഴ്സ് നല്ലൊരു ഇതാണെന്ന് പറയുന്നുണ്ടായിരുന്നു, LKG UKG ഒക്കെ ആവുമ്പോൾ. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ബഹ്റൈനിലാണ് വർക്ക് ചെയ്യണത്. അത് സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഭയങ്കര ഉഴപ്പുന്ന ഒരു ടൈപ്പായിരുന്നു ആള്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ആള് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ 5 ബ്രദേഴ്സിന് ആകെയുള്ള ചെറിയൊരു സിസ്റ്റർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാമ്പറിങ്ങും ഒക്കെ ആയിട്ട് പുള്ളിക്കാരിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. +2 കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ ബഹ്റൈനിൽ പോയി. ബഹ്റൈനിൽ ചെന്നിട്ട് അവിടെ മോണ്ടിസോറി ചെയ്ത് നല്ല ഹൈ പേയിൽ അവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ അതിനോട് ചോദിച്ചു, നമ്മുടെ കുട്ടികൾ കുറെ പേര് ഇറങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, അപ്ലൈ ചെയ്യണം, കാരണം അവർക്ക് ആവശ്യമാണെന്നാ പറയണത്. ആകെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, പുറത്തുള്ള കൺട്രീസിലെ ഗവൺമെന്റ് ഇല്ലേ, അവരുടെ ഗവൺമെന്റ് അംഗീകാരമുള്ള കോഴ്സ് ആയിരിക്കണം. നാട്ടിൽ ചെയ്താലും അവര് അംഗീകാരമുള്ള ആ ഒരു അഫിലിയേഷൻ വരുന്നത്, അതായത് ആ ഗവൺമെന്റ് ഒതന്റിക് അതോറൈസ്ഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ വേണ്ട, അത് നമുക്കതുണ്ട്. പിന്നെ എന്റെ ബാച്ചിൽ പഠിച്ച പലരും, അവരുടെ ഹസ്ബൻഡ് മിക്കവരുടെയും ഗൾഫിലായിരുന്നു. അവര് പഠിച്ച ഉടനെ തന്നെ നേരെ ഹസ്ബൻഡിന്റെ കൂടെ പോയി, അപ്പൊ തന്നെ അവർക്ക് അവിടെ ജോബ് കിട്ടുകയാണ് ചെയ്തത്. എന്റെ ഏജ് എങ്ങനെ ഏജിന്റെ ഒരു ഇതുണ്ട്, 15 ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് ഖത്തറിലാണേ, അപ്പൊ അങ്ങോട്ട് പോവാന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ഇത് കഴിയുമ്പോ ട്രൈ ചെയ്യൂ, കാരണം ഏജ് ഒരു പ്രശ്നം മോണ്ടിസോറി ടീച്ചേഴ്സിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് അതിനുള്ള ഒരു കാലിബറും ആ ഒരു ഇതും കിട്ടിയാൽ മതി. അവര് എന്തായാലും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാണ്ട് എടുക്കില്ലല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെർഫോമൻസ് ആണ്. ടീച്ചിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് എങ്ങനെ ചില സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് അതിലേക്ക് ഈ ഇന്റർവ്യൂവിന് വരുന്നവരെ വിടും, എന്നിട്ട് ഒബ്സർവ് ചെയ്യും. അങ്ങനെയൊക്കെ പ്ലേസ്മെന്റ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. അവർക്ക് അറിയാം മെത്തേഡ് എന്താണെന്ന് അറിയാം, അതുകൊണ്ടാണ് അവർ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാരും ഇപ്പോഴേ എല്ലാം നോക്കി വെക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ പലതും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലി സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അങ്ങനത്തെ കേസ് ഒന്നും നോക്കാതെ എല്ലാം നോക്കി നല്ലപോലെ നോക്കി മനസ്സിലാക്കി വേണം സെലക്ട് ചെയ്യാൻ.
ബഹ്റൈനിലാണ്. ഓക്കെ ജാസ്മിൻ, യു ക്യാൻ ട്രൈ ദർ. അന്വേഷിച്ചു വെച്ചോളൂ. ഓക്കെ ഞാൻ ആ കുട്ടി ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു വെക്കാട്ടോ, സ്കൂളിന്റെ പേര്. ഓക്കെ ഓക്കെ. എനിക്ക് റെഫർ ചെയ്യാലോ. ലാസ്റ്റ് ടൈം എന്തോ അച്ചീവ്മെന്റ് ഒക്കെ ആൾക്ക് കിട്ടി, ബെസ്റ്റ് ടീച്ചർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മളൊന്നും ചിന്തിച്ചില്ല ആള് അങ്ങനത്തെ ഒരു ഇതിലെത്തുന്നത്. അപ്പൊ അതൊരു മോണ്ടിസോറി മെത്തേഡിന്റെ ഇത് തന്നെയാണ്. ഓക്കെ ഫൈൻ, നമ്മൾ എവിടെയായിരുന്നു? പാർട്ട് 3 യൂണിറ്റ് 1 മരിയ മോണ്ടിസോറിനെ കുറിച്ചാണ്. ഞാൻ വിട്ടുപോയതാണ്. പാർട്ട് 2 ഞാൻ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോന്ന് ഞാൻ. അപർണ മിസ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. അപർണ മിസ്സിനോട് ചോദിക്കാൻ വിട്ടുപോയി. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു യൂണിറ്റ് 1 ഒക്കെ മിസ് എടുക്കുമായിരിക്കും. ഞാൻ പാർട്ട് 3 യൂണിറ്റ് 3യിലേക്ക് പോയാലൊന്ന് ആലോചിക്കുക. കാരണം യൂണിറ്റ് 3 ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാനായിട്ട് പറ്റും. ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഇനി വലിയ ആക്ടിവിറ്റീസ് ഒന്നും സ്കൂളിൽ ഉണ്ടാവില്ല. ആർട്സ് ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, സ്പോർട്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് വേണമെങ്കിൽ ഈ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് പോകാൻ പറ്റും. കാരണം നമ്മൾ ആ യൂണിറ്റിലേക്ക് കിടക്കുക. മോണ്ടിസോറിയുടെ തിയറി, അതിന്റെ മെത്തേഡ്സ്, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, കുട്ടികളിലെ വളർച്ച 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയും അതിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിലേക്ക് കിടക്കാം. കാരണം മോസ്റ്റ് പ്രോബബ്ലി അവനാംസായിരിക്കും യൂണിറ്റ് 1 and 2 എടുക്കുന്നത്. ഞാനൊന്ന് ബ്രീഫ് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് യൂണിറ്റ് 3യിലേക്ക് പോകാം. അതിനു മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. ഞാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു, ഒരു അസസ്മെന്റ് ടൂള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഈ യൂണിറ്റിലാണ് നമുക്ക് വരുന്നത്. യൂണിറ്റ് 3 നാച്ചുറൽ ഡെവലപ്മെന്റ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നമ്മുടെ ചുറ്റും ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം അല്ലെ. ചില ചെടികൾക്ക് ഭയങ്കര കെയറിങ് വേണം, ചിലർക്ക് അങ്ങനെ വേണ്ട. അവർ നിൽക്കുന്ന സാഹചര്യവുമായി അഡാപ്റ്റഡ് ആവും, പൊരുത്തപ്പെട്ടു പോകും. അതിനനുസരിച്ച് അവർ വളർന്നുള്ളൂ. ഇപ്പൊ ഡെസേർട്ടില് കാക്ടസ് അല്ലെ, അപ്പൊ ആ കാക്ടസിന്റെ നേച്ചർ അതുപോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു പൾപ്പ് പോലെയാ ബോഡി മുഴുവനും. അതിന്റെ മെയിൻ പാർട്സിൽ മുഴുവനും എപ്പോഴും വാട്ടർ സ്റ്റോറേജ് ഒരു പൾപ്പ് പോലെയുണ്ട്. സോ അത്ര കടുത്ത വേനലിലാണെങ്കിലും അവിടെ മഴയില്ല, വെള്ളം കിട്ടലില്ല അവിടെ അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി കാക്ടസിനുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ മിക്ക വീടുകളിലും ഭയങ്കര വില കൊടുത്ത ആളുകൾ വാങ്ങുന്ന ഒരു ചെടിയുണ്ട്. ഇതൊന്നും ഒരു ചെറിയ പ്ലാന്റിന് തന്നെ 150 രൂപ അത്രയും കണ്ടു വരും. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അതിന്റെ വേറെ പേരെന്തോന്ന് എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മുടെ പാലപ്പൂ പോലെ ഇരിക്കും. അഡീനിയം. അഡീനിയം, പേര് ഞാൻ പറഞ്ഞു, കേട്ടപ്പോ ഓർപ്പ് വന്നു. അപ്പൊ അതിനധികം വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ചാൽ അത് നാശമായി പോകും എന്നൊക്കെ പറയണ കേൾക്കാല്ലേ. അങ്ങനെ ഓരോ ചെടികളും ഓരോ രീതിയിലാണ്. ഓരോന്നും നാച്ചുറലി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, ആ നാച്ചുറൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകണമെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കുള്ളൂ. അല്ലെങ്കിൽ വളർച്ച മുരടിച്ചു പോകും. സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രമാണ് ശരിയായ വളർച്ച. ഏത് വിത്തും മുളയ്ക്കുകയുള്ളൂ, വളരുകയുള്ളൂ, പുഷ്പിക്കുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രതികൂലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം വളർച്ച മുരടിച്ചു പോകും അല്ലെ. കുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഹെറിഡിറ്ററി നമ്മൾ പറയും, ഹെറിഡിറ്റി എന്ന് പറയും. ഓക്കെ, ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെയാണ് അവര് വളർന്നു വരുന്ന സാഹചര്യം. ഒന്നാമത്തേന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മദർ സൈഡിൽ നിന്നും കിട്ടും, ഫാദർ സൈഡിൽ നിന്നും കിട്ടും. അതൊരു പക്ഷെ അമ്മയിലുള്ളത് നേരിട്ടായിരിക്കില്ല കിട്ടുക, അച്ഛൻ്റെ നിന്ന് നേരിട്ടായിരിക്കില്ല കിട്ടുക. അവരുടെ ഏതെങ്കിലുമൊക്കെ തലമുറയിൽ നിന്നുള്ളതൊക്കെ പിടിച്ചു കിട്ടും. അപ്പോ ഒരു 23 ക്രോമസോം ഫ്രം മദർ സൈഡ് ആൻഡ് 23 ക്രോമസോം ഫ്രം ഫാദർ സൈഡ്. ആ ഒരു രീതിയിലാണ് ഹെറിഡിറ്റി ആയിട്ട് കുട്ടികൾക്ക് ചില പേഴ്സണൽ ട്രെയ്റ്റ്സ്, സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും കിട്ടുന്നത്. സോ അതിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. ജീനിനെ ഒന്നും നമുക്ക് മാറ്റി നല്ല ജീനിനെ കൊണ്ട് വെക്കുകയൊക്കെ നടക്കില്ല കേട്ടോ. പിന്നെ പല റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ അത് ജന്മനാ കിട്ടുന്നത്, ജനറ്റിക് ആയിട്ട് വരുന്നതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷേ അവര് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ, അനുകൂലമാകുന്ന രീതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അവര് വളരുന്ന എൻവിയോൺമെന്റിനെ.
മറിയാം മോണ്ടിസോറി അതാണ് ചെയ്തത്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂള് എന്നതിലുപരി അവർക്കൊരു സെക്കൻഡ് ഹോം, ചിൽഡ്രൻസ് ഹൗസ് എന്നുള്ള രീതിയിൽ അവർ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. അവിടുത്തെ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തു കുട്ടികളുടെ വളർച്ചയെ സഹായിക്കും. അത് ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, ശാരീരികമായിട്ടുള്ളത് മാത്രമല്ല, മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും സോഷ്യൽ എല്ലാം. നിങ്ങൾ ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റർ വന്നു അല്ലെ? ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഓരോ ഏരിയയിലെ ഡെവലപ്മെന്റ് വന്നു. മറിയാം മോണ്ടിസോറിക്ക് അറിയാം ഒരു 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മൈൽ സ്റ്റോൺ ആണ്, മെയിൻ ഫൗണ്ടേഷൻ ആണ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ മെയിൻ ഫൗണ്ടേഷൻ ആണ്. അടിത്തറ ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര കെട്ടിപ്പൊക്കിയാലും എന്തൊക്കെ നമ്മൾ ചെയ്താലും അത് നേരെയാകില്ല. അപ്പോൾ അടിത്തറ നല്ല പോലെ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു മറിയാം മോണ്ടിസോറി. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കുട്ടികൾ വളരുമ്പോൾ അവർ 3 എൻവിയോൺമെന്റിന്റെ 3 ഫേസസ്, 3 ഏരിയയിലൂടെ കടന്നു പോകും. ഒന്ന് അവരുടെ വീട്, ജനിച്ച ഉടനെ തന്നെ ആ ഒരു വീട്ടിൽ തന്നെയാണ് വീട്. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 3 years ഒക്കെ ആവാറാവുമ്പോഴാണ് അവർ സ്കൂളിൽ നിന്നുള്ള 2ാമത്തെ എൻവിയോൺമെന്റിന്റെ ഫേസിലേക്ക് കടക്കുന്നുള്ളൂ. ഇതിനൊപ്പം തന്നെ അവർ പോകുന്നതാണ് സൊസൈറ്റി. ഈ 3 ഫേസസ്, 3 ഏരിയ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് അവൻ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡൾട്ടായിട്ട് മാറുകയുള്ളൂ. നമുക്കറിയാം ഒരു കുഞ്ഞിനെ എന്താ പറയാ, ആ ഒരു വോമ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാരും പറയില്ലേ, അമ്മയ്ക്ക് എല്ലാ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, എപ്പോഴും സന്തോഷമാക്കി വെക്കണം, ഒരു ടെൻഷനും പാടില്ല, എന്താ ഇരുട്ടാവുമ്പോ പുറത്തേക്ക് പോവാനായിട്ട് ആ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകരുത്, ഒരു രീതിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും വരരുത് എന്നൊക്കെ പറയും. അത് അമ്മയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ ആ ഒരു ജീവന്റെ തുടിപ്പ് ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തുടങ്ങി ആ കുട്ടിയെ പലതും അഫക്റ്റ് ചെയ്യുമെന്ന് പണ്ട് തുടങ്ങി എല്ലാവർക്കും അറിയാം. അപ്പൊ വീട്ടിലെ സാഹചര്യം അതുപോലെ ആയിരിക്കണം എന്ന് സാധാരണ ഈ എന്താ പറയാ, അമ്മമാരെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ ഞെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉറക്കത്തിൽ ഞെട്ടുമ്പോ അവര് പറയും, കണക്ട് ചെയ്യും ഈ ഒരു സംഭവമായിട്ട്. അതിനൊക്കെ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ആ അമ്മ ഞെട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഉള്ളിൽ കിടക്കുന്ന ആ കുട്ടിയിലും ആ ഒരു മാറ്റം വരുന്നുണ്ടാവും. അമ്മ ഒരു പാട്ട് കേൾക്കുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മള് എരിവും പുളിയുള്ളത് ആ സമയത്ത് കൂടുതൽ കഴിക്കുമ്പോൾ വീട്ടിലെ പ്രായമായവര് പറയും, അങ്ങനെ അധികം കഴിക്കരുത്, ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും, അത്രയും എരിവും പുളിയൊക്കെ അകത്ത് ചെല്ലുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളുടെ ഓരോ മൂവ്മെന്റ്സും അതിനനുസരിച്ച് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറയാറ്. ആ പുറത്ത് വരുമ്പോ തുടങ്ങിയല്ല, അതിനു മുമ്പേ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. കുട്ടി നാച്ചുറലായിട്ട് കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് നടക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ മറിയാം മോണ്ടിസോറിയെ ഈ ഒരു കാര്യം, സോറി കുറെ ഒബ്സർവേഷൻ, കുറെ സ്റ്റഡീസ്, കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് അവരിങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂൾ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവരെടുക്കുന്നത്. സ്കൂൾ എന്ന് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയുന്നത്. അവിടെ ക്ലാസ് റൂമുകളില്ലായിരുന്നു, എല്ലാം ഓപ്പൺ ഷെൽഫുകളായിരുന്നു, കുട്ടികൾക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആയിരുന്നു, ചൈൽഡ് സൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആയിരുന്നു. കുട്ടിക്ക് ഒന്നിനും വലിഞ്ഞു കയറേണ്ടതൊന്നും ആവശ്യമൊന്നും വന്നിട്ടില്ല. അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറും ടേബിളും പിന്നെ ചെറിയ ലാഡേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അവർക്ക് ലാഡറിൽ കയറി ആ ഒരു പ്രാക്ടീസും എല്ലാം. അതൊരു മിനിയേച്ചർ വേർഷൻ ഓഫ് യൂണിവേഴ്സ് ആയിരുന്നു മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ഈ ഒരു 6 വയസ്സാകുന്ന കുട്ടി ആ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ നിന്ന് പിന്നെ പോകുന്നത് നോർമൽ ആയിട്ടുള്ള സ്കൂളുകളിലേക്കും അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനിലേക്കായിരിക്കും. പക്ഷെ അവനൊരു അപരിചിതത്വം തോന്നില്ല. കാരണം അവൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ആ ഒരു 6 വയസ്സിനുള്ളിൽ തന്നെ ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും റിപ്ലിക്ക അല്ലെങ്കിൽ അതിന്റെ ഓരോ മോഡൽസും കണ്ടു കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഈ പഠിച്ചതെല്ലാം അവൻ കണക്ട് ചെയ്യും. അപ്പൊ പുറത്തെ വലിയ യൂണിവേഴ്സിറ്റിക്ക് കയറുമ്പോൾ അവൻ കണ്ടതിന്റെ എല്ലാം ഒരു ലാർജർ വേർഷനാണ് അവർ കാണുന്നത്. ആ ഒരു രീതിയിലാണ് മറിയാം മോണ്ടിസോറി ഇത് പ്രിപ്പയർ ചെയ്തത്. ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കറിയാം അനിമൽ ബേബീസ് അല്ലെ. അനിമൽ ബേബീസ് എങ്ങനെയാ ജനിച്ച ഉടനെ
പശുക്കുട്ടി, അനക്കുട്ടി, അതൊക്കെ എങ്ങനെയാ? പതുക്കെ 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 ജനിച്ച ഉടനെ നടക്കും. അവരെ പാല് കുടിപ്പിക്കാൻ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലോ ഉണ്ടോ? അത് വിശക്കുമ്പോ ഓടി വന്നവര് പാല് കുടിച്ചോളും അല്ലെ? കളിക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. ആദ്യം ഒന്ന് വേച്ചൊക്കെ ഒന്ന് പോകും. പക്ഷെ പെട്ടെന്നായിരിക്കും പശുക്കുട്ടി, എന്തായാലും ആനക്കുട്ടിയേക്കാളും നമുക്ക് കൂടുതൽ പശുക്കുട്ടിയെ കണ്ടു പരിചയം ഉണ്ടാവും അല്ലെ? ആനക്കുട്ടി വീഡിയോയിലൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ എന്റെ അമ്മ വീട്ടില് പശു ഉണ്ടായിരുന്നു. അപ്പൊ പശു പ്രസവിച്ച് ഞാൻ ആ കിടാവിനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും രാത്രി ഒത്തിരി വൈകിട്ടൊക്കെ ആട്ടോ ഈ പശു പ്രസവിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഭയങ്കര പശുവിന്റെ കരച്ചിലൊക്കെ അല്ല. അപ്പൊ ഞങ്ങളെയൊന്നും ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ കാണാം ഈ പശുക്കുട്ടി നമ്മളുമായിട്ട് കളിക്കാനും തുടങ്ങും, ഓടാനും. തുള്ളിച്ചാടി കിടക്കും. അതേസമയം മനുഷ്യക്കുട്ടിയും പശുക്കുട്ടി 1 വയസ്സായാലേ നടക്കുള്ളൂ. അതായത് തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. തലയ്ക്ക് സപ്പോർട്ട് നമ്മൾ എത്ര നാള് കൊടുക്കണം അല്ലെ? സ്വന്തമായിട്ട് അവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഹെഡ്. അപ്പൊ ആ ഹെഡ് സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. കുട്ടി എടുക്കുമ്പോ തലയിൽ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ നമ്മളുടെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങുന്നത് തന്നെ ശരിയായ ആ ഒരു നോട്ടം, അതും ആവാൻ തന്നെ സമയമെടുക്കും. ചിരിക്കാനും സമയമെടുക്കും. നമ്മളെ നോക്കി ചിരിക്കാനോ, അത് ആളുകളെ മനസ്സിലാക്കി സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒക്കെ സമയമെടുക്കും. അപ്പോ ഹ്യൂമൻ ബേബീസിന് ആ ഒരു ഇത് വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അനിമൽ ബേബീസിന് അത് ആദ്യമേ തുടങ്ങി വരും. അവർക്ക് അവരുടെ ആ പൊട്ടൻഷ്യല് ആദ്യമേ തന്നെ പുറത്തേക്ക് വരും. പക്ഷെ ഹ്യൂമൻ ബേബീസിനും ഈ പൊട്ടൻഷ്യൽ അവരുടെ ഉള്ളിലുണ്ട്. അവരെ പുഷ് ചെയ്യണം ആരെങ്കിലും. അപ്പോഴാണ് ഏതോ ഒരു കഥാപാത്രം ഉണ്ടല്ലോ സ്വന്തം കഴിവറിയാത്തത്. ഇപ്പൊ കസ്തൂരിമാന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ആ ഒരു കസ്തൂരിമാൻ പുറപ്പെടുവിക്കുന്ന സ്മെല്ല് സ്വന്തം ബോഡിയിൽ നിന്നാണെന്നുള്ളത് അതിന് മനസ്സിലാകുന്നില്ല, അത് ഓടി നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. ഉള്ളിൽ എല്ലാ കഴിവും ഉണ്ടാവും. പക്ഷെ ഇത് പുറത്തു വരാൻ സമയമെടുക്കും. ജനിച്ച ഉടനെ പുറത്തു വരില്ല ഈ ഒരു പൊട്ടൻഷ്യല്. അത് ഒരു ഫോഴ്സ് അതിനെ പുഷ് ചെയ്യണം. യു ക്യാൻ ഡു ദിസ്, യു ക്യാൻ ഡു ദിസ്. നമുക്ക് കണക്ട് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ തോന്നുകയെ പറ്റും ചെയ്യൂന്ന്. ചില സമയത്ത് ഒരു വേണ്ട, ഇത് നമുക്ക് വേണ്ട, ദിസ് ഇസ് നോട്ട്. അങ്ങനെ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മളെ ആരോ ഇങ്ങനെ ഒരു പറയണം ഇത് ശരിയല്ല. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തോന്നും ശരിയല്ല, ഇയാളെ ഒഴിവാക്കുന്നത് നല്ലത്, അകറ്റി നിർത്തുന്നത് നല്ലത് എന്ന് നമുക്ക് തോന്നും അല്ലെ? അങ്ങനത്തെ. അപ്പൊ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു എനർജി, ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട്, പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഹ്യൂമൻ ബേബീസിന് ഈ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ജനിച്ച ഉടനെ അത് പുറത്തേക്ക് വരുന്നില്ല, ഡെവലപ്പ് ആകുന്നില്ല. അപ്പൊ ഇതിനെ മറിയാൻ മോണ്ടിസോറി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഷേപ്പ് ഒന്നും അല്ലാത്തൊരു സമയത്ത് ഓരോരോ പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ ആ ഒരു ജീവനുള്ള ഒരു മാംസപിണ്ഡം എന്ന് പറയുന്നത്? ഭ്രൂണം, എംബ്രിയോ. ഈ എംബ്രിയോ ഓരോ മന്ത് കഴിയുമ്പോൾ ഡെവലപ്പായി ഫുൾ പൂർണ്ണ വളർച്ചയെത്തി എല്ലാ ഓർഗൻസും, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് ബേബി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു എംബ്രിയോ 9 months കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് ഒരു കുഞ്ഞായിട്ട് വരും. പക്ഷേ അവന്റെ മനസ്സ്, രണ്ടുണ്ടല്ലോ, ശരീരവും മനസ്സും ഉണ്ട്. മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ട് ആ മൈൻഡിനെ മറിയാം മോണ്ടിസോറി വിളിച്ച പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. അതായത് മനസ്സ്, നമ്മൾ ചില ആളുകളെ കളിയാക്കി പറയില്ലേ, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും വളർന്നിട്ടില്ല. സെയിം തന്നെ. അപ്പൊ സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് ആ ഒരു മൈൻഡിനെ മറിയാം മോണ്ടിസോറി വിളിച്ചത്. ആ സ്പിരിച്വൽ എംബ്രിയോ ഡെവലപ്പ് ആകാൻ സമയമെടുക്കും. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ ആകും എന്ന് പറഞ്ഞാൽ ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഷ്യൽ ആണ്. ആ സമയത്ത് കുട്ടിയുടെ ഡെവലപ്മെന്റ്, എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റ്. നോട്ടിനെ കുറിച്ച് പറഞ്ഞില്ല, ഏതായിരുന്നു നസീറ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒരു നോട്ട് പറഞ്ഞിരുന്നല്ലോ, നോട്ടിന് വാങ്ങാനൊക്കെ. നോട്ട്ബുക്ക്. 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഏജ് ആണ്. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ആ ഒരു ഏജ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ബർത്ത് ടു 3 months,
മന്ത്സ്. ഈ ബർത്ത് ടു 3 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ആ ഒരു 3 വയസ്സിന് താഴെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഓർമ്മയാണ്. ഇപ്പോഴെത്ര പ്രായം കഴിഞ്ഞാലും ആ ഒരു ചെറിയ പ്രായത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ കിട്ടും. ഞാൻ അന്ന് അംഗൻവാടി എന്നും പറഞ്ഞ പേരിൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലവാടി എന്നായിരുന്നു പേര്. അപ്പൊ ഞാൻ കുറച്ചു കാലം ബാലവാടിയിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ടീച്ചറുടെ ഫേസ് ഒക്കെ എനിക്ക് ഓർമ്മ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം 2 വർഷത്തിനടുത്ത് ഒരു നഴ്സറിയിലാണ് പോയത്. ഈ ബാലവാടിയിലും നഴ്സറിയിലും എക്യുപ്മെന്റ്സും ഏകദേശം ഒരുപോലെയായിരുന്നു. എല്ലാം തടി കൊണ്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരുന്നു. നിങ്ങൾക്കും പരിചയം ഉണ്ടാവും. ഈ ഇങ്ങനെ ഒരു താറാവ് പോലെയില്ലേ, താറാവ് കുതിര താറാവ് ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അതിങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ ആടാനൊക്കെ പറ്റുമായിരുന്നു. ഇങ്ങനെ മരത്തിന്റെ ആയിരുന്നു അത്. അതെ അതെ, മരത്തിന്റെ ആയിരുന്നു. പിന്നെ കുറേ ബ്ലോക്സ് ഉണ്ടാകും മരത്തിന്റെ. നമുക്കിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കളിക്കാം. ഒന്നും പ്ലാസ്റ്റിക്കോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഒന്നും തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആ നഴ്സറികളിൽ അല്ലെങ്കിൽ ബാലവാടികളിലും ഉണ്ടായിരുന്നില്ല. തന്നിരുന്ന ഫുഡും നല്ല രസമായിരുന്നു. ഉപ്പുമാവോ അതൊക്കെ തരുമായിരുന്നു. അപ്പോ അങ്ങനെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ചെറിയ 3 വയസ്സിന് താഴെയുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിന് ശേഷം ഉള്ളത് ഓർമ്മയുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആണോ? അത്രയ്ക്ക് ഐക്യു വേണം. എന്റെ ഹസ്ബൻഡിന് 2.25 വയസ്സിൽ സംഭവിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ അതുപോലെ ഐക്യു ഒരു വ്യത്യസ്തരായ എല്ലാവരും ആയിരിക്കണം. പക്ഷെ ഇതുവരെ ആരും, ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ വേറെ ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. നമ്മളുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ആ ഒരു ബർത്ത് തുടങ്ങി 3 years വരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ആ ഒരു പ്രായത്തിൽ സംഭവിച്ചത് ചെറിയ ഇംപ്രഷൻസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. അതിന്റെ എന്തെങ്കിലും രീതിയിലുള്ള റിഫ്ലക്ഷൻസ് നമ്മളുടെ പിന്നീടുള്ള പ്രായത്തിലേക്ക് വരും. ചിലപ്പോ എന്തിനെങ്കിലും കണ്ട് പേടിച്ചത്, പക്ഷെ എന്തിനെ കണ്ട് പേടിച്ചോ എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ലൈഫ് ലോങ് എന്തോ ഒരു പേടി അതുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രായമാണ് കുട്ടികൾ. അതാണ് കുട്ടികൾ ഒരു 3 വയസ്സൊക്കെ ആകാറാകുമ്പോ അവരെ മാറ്റിക്കിടത്തണം, പേരൻസിന്റെ അടുത്ത് നിന്ന് മാറ്റിക്കിടത്തണം എന്നൊക്കെ പറയുന്നത്. കാരണം 3 years വരെയും അവർക്ക് ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശബ്ദങ്ങൾ കേൾക്കും, കാണും, അവരുടെ ഓർമ്മയിൽ അത് വരും. 60+ ആയിട്ടുള്ള ഒരാൾ എന്റെ മുന്നിലിരുന്ന് പറഞ്ഞിരുന്നു, അയാള് ചെറുപ്പത്തില് പാരന്റ്സിന്റെ കൂടെയായിരുന്നു കിടന്നിരുന്നത്. അപ്പോ അവര് തമ്മിലുള്ള ആ ഒരു പ്രൈവറ്റ് മൊമെന്റ് കണ്ടതിന്റെ ട്രോമ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചിലരുടെ മാരേജ് ലൈഫിന് വരെ അത് ബാധിക്കും. ആ ഒരു കുട്ടി അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ആ ഒരു മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആകും. അതൊക്കെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സമയമാകുമ്പോൾ മാറ്റിക്കിടത്തുക. ആ ഓരോ ടൈം, കാരണം വെച്ചാൽ 3 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് എല്ലാം ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇംപ്രഷൻസ് പോലെ പതിയാണ്. അവരുടെ മനസ്സിൽ നിന്ന് പിന്നെ മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ ശ്രദ്ധിക്കണം എല്ലാ പ്രായങ്ങളിലും. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്ന കാലഘട്ടമാണ്. പണ്ടും ഉണ്ടാകും. പണ്ട് ആരും പറയാറില്ല പുറത്ത്, ഇപ്പോ എല്ലാം പുറത്തേക്ക് അറിയുന്നുണ്ട്. അപ്പോ ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ്, അങ്ങനെ എന്തെങ്കിലും മൊളസ്റ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും മോശമായ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ അവർക്കത് തന്നെത്താനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മളൊരു ടീനേജ് കഴിഞ്ഞു, 20+, 30+, 40+, ആ ഒരു ടൈമിൽ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് നടന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. സംഭവ നമുക്കറിയാം എവിടെ പോയാൽ നമുക്ക് അതിനൊരു റെമഡി അല്ലെങ്കിൽ ഒരു തെറാപ്പിക്ക് പോകണോ, അല്ലെങ്കിൽ നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ അവരോട് നമുക്ക് പറയാനായിട്ട്. പക്ഷെ വളരെ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയില്ല ആരോട് പറയണം, എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോ വലിയ പ്രായങ്ങളില് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്യൂർ ചെയ്യാൻ എളുപ്പമാണ്. ചെറിയ പ്രായത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു ഓർമ്മയിൽ നിന്ന് അവരെ വേർപെടുത്തി അവരെ ധൈര്യത്തോടെ ജീവിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് തന്നെയാണ്. കുട്ടികൾക്ക്
എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് ഹീൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതേസമയം ഒരു 30 വയസ്സുള്ള ഒരാൾ വന്നിട്ട് എനിക്ക് ഇന്നലെ എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, എങ്ങനെ ഞാനിത് ഓവർകം ചെയ്യും? കാരണം അവര് ഓൾറെഡി ഹാഫ് പ്രിപ്പയർഡാ, ഞാൻ എനിക്കിതിൽ നിന്ന് മാറണം, ഓവർകം ചെയ്യണം എന്നുള്ളത്. പക്ഷെ കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതാണ് ഒരു ട്രോമ സംഭവിക്കുന്ന ഏജിന്റെ ഒരു വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വളരെയധികം കെയർ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളാകാം, 3 കുട്ടികളാകാം. പക്ഷെ നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ 10, 20, 30 കുട്ടികൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2, 3 ക്ലാസ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ കുട്ടികൾ വരും. ഇത്രയും കുട്ടികളെ നല്ല പോലെ മനസ്സിലാക്കാൻ കഴിവ് നമ്മൾക്ക് വരണം. ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് വരണം. നമ്മൾ PDF മുഴുവനും പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കിട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങി യെസ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്റെ കോഴ്സ്, അതല്ല ശരിക്കും വേണ്ടത്. നമ്മൾ ആളുകളെ അറിയാൻ പഠിക്കണം, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കണം. അവർ ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള അവരുടെ ബിഹേവിയർ, അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ, അവരൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടിയെ വെക്കുന്നതും മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ആ കുട്ടിയെ വെക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിലേക്കും കൊടുത്ത് ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമുക്ക് നല്ല പോലെ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ നോൺ വെർബൽ ക്യൂസ്, അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് നമ്മൾ ബ്ലെസ്ഡ് ആയിരിക്കും കേട്ടോ. ആ ഒരു കാര്യത്തില് ടീച്ചർമാർ വളരെ ബ്ലെസ്ഡ് ആയിരിക്കും. അവർക്ക് മനസ്സിലാവും ഇതിന് വരുന്ന കുട്ടിയുടെ പ്രശ്നം എന്താ. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ, നീ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലല്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കില്ലേ. അത് ആ ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായതുകൊണ്ടോ ആ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ ഒരു ബ്ലെസ്സിങ്, വൺസ് ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ, ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് വരും. അങ്ങനെ മനസ്സിലാക്കി നമ്മൾക്ക് നമ്മളോട് കുട്ടി ഓപ്പൺ അപ്പ് ആവും. ചിലപ്പോ പാരന്റ്സിനോട് പറയാത്ത പല കാര്യങ്ങളും കുട്ടി നമ്മളോട് പറയും. ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ചെറുപ്രായത്തില് ഇവർക്ക് പറയാൻ ആളില്ലാതെ വരുമ്പോ ആ ഇതിന്റെ ഭാരവും പേറിയായിട്ടായിരിക്കും ഇവര് ജീവിക്കുന്നത് വർഷങ്ങളോളം. അതിന്റെ ട്രോമ ഇവർക്ക് പറയാൻ ആളില്ലാതെ വരുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല, പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല, ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ഇല്ല പറയാൻ, വീട്ടിലൊരു സിബ്ലിംഗ് പോലും ഇല്ല, പറയാൻ പറ്റിയ ആരും ഇല്ല. പക്ഷെ ഇങ്ങനെ വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ്. അപ്പൊ ആ കുഞ്ഞ് എത്ര വർഷങ്ങളോളം ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ജീവിക്കുന്നു. പല പല മൂവീസ് അത് കണ്ടിട്ടുണ്ട് കേട്ടോ, റിയൽ സ്റ്റോറി ഉണ്ട്. ജസ്റ്റ് എന്റെ ഹസ്ബൻഡ് ഒറ്റ മോനായിരുന്നു, കൂട്ടില്ല, വീട്ടില് കൂട്ടില്ല, പുറത്ത് ഫ്രണ്ട്സും ഇല്ല, പുറത്ത് കളിക്കാൻ വിടില്ലായിരുന്നു. അച്ഛൻ ഗൾഫിലായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ അച്ഛൻ ആ ഒരു ഗൾഫിൽ പോയതിന്റെ ഇതില് അമ്മ ആ ഒരു രീതിയിലിരിക്കുന്നു. പിന്നെ വേറെ പല കാര്യങ്ങളില് വീട്ടിലെ കാര്യങ്ങളിലാണ് ശ്രദ്ധ. പിന്നെ ഒരു ലോൺലി ചൈൽഡായിട്ട് വളരുമായിരുന്നു. അപ്പോ മോശമായ രീതിയിലുള്ള പെരുമാറ്റം, നൈബറി അങ്ങനെ എന്തോ സംഭവിച്ചു. പക്ഷേ ഞാനിത് ഓപ്പണായി പറയുന്നത് ആളുടെ സമ്മതത്തോടു കൂടിയാണ്. കാരണം എനിക്കത് ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. 28 ആളുടെ മാരേജ്. എനിക്ക് ആ സമയത്ത് 26. ആ ഒരു ഏജ് ഡിഫറൻസ്. മാരേജ് കഴിഞ്ഞിട്ടാണ് ആ ഒരു 6 വയസ്സിൽ സംഭവിച്ച കാര്യം ആദ്യമായിട്ട് ഒരാളോട് ഓപ്പൺ അപ്പ് ആവുന്നത്. അത്രയും വർഷങ്ങൾ ആൾ ആ ഒരു ട്രോമയായിട്ട് ജീവിച്ചു അല്ലെ. അപ്പൊ അത്രയും വർഷം എടുത്തു ആൾക്കൊന്ന് ഓപ്പൺ അപ്പ് ആകാൻ, ഒരാളെ കിട്ടാൻ. ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞപ്പോ എത്ര റിലീഫായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു കുഞ്ഞ് അതിന്റെ നല്ല നല്ല സമയങ്ങൾ മുഴുവനും ഈ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യം ചിന്തിച്ച് ലൈഫ് എത്രത്തോളം ബിറ്റർ ആയിട്ടുണ്ടാവും. ലൈഫിലെ നല്ല മൊമെന്റ്സ് പോലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു ട്രോമയുള്ളത്. അതേസമയം ആ ഒരു ട്രോമ ആ ഒരു സമയത്ത് തന്നെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഇടപെടാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലൈഫിലെ പല ചലഞ്ചസും ആൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ലൈഫിലെ നല്ല മൊമെന്റ്സ് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അതിപ്പോ ഒരാളുടെ കാര്യമായിരിക്കില്ല, ഇങ്ങനെ എത്രയോ കുട്ടികൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന കുട്ടികൾ ആ ഒരു പ്രായമുള്ളതാണ്. അവര് വലിയ ക്ലാസ്സിലേക്ക് ആയാലും എപ്പോഴും നമുക്കും ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നമ്മളെ നഴ്സറി പഠിപ്പിച്ച ടീച്ചറിനെ ഭയങ്കര ഇഷ്ടം.
അപ്പോ എപ്പോഴും അവർക്ക് നമ്മൾ അപ്രോച്ചബിൾ ആയിട്ട് നമ്മൾ അടുത്തുണ്ടെങ്കിൽ അവർ എത്ര വലിയ ക്ലാസ്സിലേക്ക് പോയാലും നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ അവർ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ അതുപോലൊരു ടീച്ചർ അവർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഷെയർ ചെയ്യും. നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. സംഭവിച്ചാൽ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ആ ട്രോമയോടുകൂടെ ലൈഫിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് അവരെ സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ ജോലി ചെയ്യും, ജോലി കിട്ടും, നമുക്ക് ശമ്പളം കിട്ടും, അതല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ഇപ്പൊ നമ്മൾ അനിമൽ ബേബീസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ അവർക്ക് എല്ലാം തന്നെ പറ്റും. പിന്നെ അത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അത് ഈ കടലാമയുണ്ടല്ലോ, സീ ടേർട്ടിൽ, ഇതുങ്ങള് കടലിന്റെ തീരത്ത് മണലിലായിരിക്കും മുട്ടയിടുന്നത്. മുട്ടയിട്ടിട്ട് അവരങ്ങ് പോകും. ഈ മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങള് നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് അവർക്ക് എങ്ങനെ അറിയാം അതാണ് ഞങ്ങളുടെ വീടെന്ന്? അതാണ് അനിമൽ ബേബീസിന് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ബൈ ബർത്ത് തന്നെ ഡെവലപ്പ് ആവുകയാണ്, അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ. പക്ഷെ ഹ്യൂമൻ ബേബീസിന് ടൈം എടുക്കും. ആ ഒരു ടൈം, ആ ഒരു ഫാസ്റ്റ് ഡെവലപ്മെന്റ് ടൈമാണ് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കാങ്കറു അല്ലെ. കാങ്കറുവിന്റെ പ്രത്യേകത എന്താ? അതിന്റെ സഞ്ചിയിലാണ് കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യുന്നത്. പൗച്ച് ഉണ്ട് അല്ലെ കാങ്കറുവിന്. കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുട്ടി ചാടി ആ പൗച്ചിനുള്ളിലേക്ക് കയറും. ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ അത് എനിക്ക് ഇരിക്കാനുള്ള പൗച്ചാണ്? അതാണ് അനിമൽ ബേബീസിന്റെ ഒരു പ്രത്യേകത കമ്പയർഡ് ടു ഹ്യൂമൻ ബേബീസ്. അനിമൽ ബേബീസ് മോർ കേപ്പബിൾ ആണ്. ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ്. അവർക്ക് ഹെഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ തന്നെ ഒരാളുടെ സപ്പോർട്ട് വേണം. അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങും. ഒരു വയസ്സൊക്കെ ആവാറാകുമ്പോ പിന്നെ വാശിയാ, ഞാൻ ചെയ്യാം. ഡ്രസ്സ് ഇടുന്നത്, ഷൂ ഒക്കെ തലയിച്ചിട്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ മാറിയിട്ടൊക്കെ എനിക്ക് ഇരിക്കുന്നത്. പക്ഷെ അതാണ് അവരുടെ കറക്റ്റ് ഓർഡർ. അങ്ങനെ പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ടാവും, അത് തന്നെ എവിടെ പോവാനും ഇട്ടുകൊണ്ടിരിക്കും. അമ്മമാര് സൈ ഇട്ട് പോവാറല്ലേ പല സമയത്ത്. അപ്പൊ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആകുന്ന ആ ഒരു ഇതുണ്ട്. ആ ഒരു അവർ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അവരെ ഫ്രീ ആക്കി വിടണം. എന്നാൽ മാത്രമാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ അവരെ പിടിച്ചു വെച്ച് നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുത്ത് ഷൂവിന്റെ ലൈസ് കെട്ടുന്നതും ഡ്രസ്സ് ഇടിക്കുന്നതും ഡ്രസ്സ് മടക്കി വെക്കുന്നതും എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുത്ത് വരുമ്പോഴേക്കും അവർ ഇന്റലിജന്റ് ഒക്കെ ആയിരിക്കും ഒരു അഡോളസൻസിൽ എത്തുമ്പോൾ. പക്ഷെ ഒരു സയൻസ് എക്സിബിഷൻ വരുന്നു, ആ ഒരു അഡോളസൻസ് ഏജ് ആ സമയത്താണല്ലോ. ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്, പക്ഷെ തന്നെ പറ്റുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, ചേട്ടൻ ഒക്കെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഫ്യൂച്ചറിൽ, അത് അക്കാദമിക്സ് ആണെങ്കിലും കരിയർ ആണെങ്കിലും അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതാണ് ഫൗണ്ടേഷൻ, അതാണെന്ന് പറയുന്നത്. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഞാൻ വായിക്കാം. Law of natural development. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animal at birth. Animals can walk within hours after birth. Some can squirm around and creep like puppies. But human babies can barely do anything at all. They cannot move on their own, and they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move toward the വീണ്ടും കറണ്ട് പോയല്ലോ. പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എനിക്ക് 89. ആരെങ്കിലും കണ്ടിന്യൂ ചെയ്ത്. എനിക്ക് ഇവിടെ ലൗലിക്ക് കറണ്ട് പോയിരുന്നു. A joy climbs into its mother's pouch upon being born. Why are we born like this? It is because the animals have special aptitude which help them for their development. In the human child, instinct has withdrawn to give place to something higher. To the brilliance and will of man, animals have merely to active their instincts
towards their specified behavior, and their psychic life is limited to this. But in man there is this other fact, the creation of human brilliance. But a human baby is not born with the intelligence. It develops as a result of the communication with its environment and as the spiritual embryo unfolds. Montessori opinion. Thank you. ഓക്കെ, അതിൽ ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസിൽ ജോയ് എന്നുള്ളത് സ്പെല്ലിംഗ് JOEY ആണ്. ചില കാങ്കുരുവിന്റെ ബേബിക്ക് പറയുന്ന പേരാ കിഡ്. കാങ്കുരുവിന്റെ കിഡ് JOEY ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞതായിരുന്നു ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി. ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ്, അനിമൽ ബേബീസ് മോർ കേപ്പബിൾ ആണ്. അവരുടെ ആ എന്താ പറയാ ഇൻസ്റ്റിങ്സ്, ആ ഒരു ഇൻബോൺ കേപ്പബിലിറ്റീസ് അത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകും അവർ ജനിച്ച ഉടനെ തന്നെ. പക്ഷെ അനിമൽ ബേബീസിന് അതിന് ടൈം എടുക്കും. അനിമൽ ബേബീസിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. ഭക്ഷണം കൊടുക്കാൻ, ഡ്രസ് ചെയ്യാൻ, ഒന്ന് തിരിയാൻ, മറിയാൻ, ഉറങ്ങാൻ ഒക്കെ എല്ലാത്തിനും ഒരാളുടെ ഹെൽപ്പ് വേണം. ഫസ്റ്റ് പാല് ശരിക്കും സക്കിയോ പോലുമില്ല അല്ലെ, നമ്മളത് പിടിച്ചു വെച്ച് കുറേ ദിവസം കഴിയുമ്പോഴാണ് ശരിയായ രീതിയിൽ അവര് സക്ക് ചെയ്ത് തന്നത്. അവരിങ്ങനെ കിടക്കും, കരയും, അതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും. സീ ടേർട്ടിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അവരിങ്ങനെ ബീച്ച് സൈഡിൽ ഇങ്ങനെ മുട്ടയിടും. അത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നേരെ പോയിട്ട് കടലിലേക്കാണ് ഇറങ്ങുന്നത്. നമുക്കറിയാം അവരുടെ വീട് അതാന്നുള്ള രീതി. അതുപോലെ തന്നെ കങ്ക്രൂന്റെ ബേബിയുടെ കാര്യം, ഓടിപ്പോയി ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ ആ ഒരു വയറിന്റെ ഭാഗത്തുള്ള പൗച്ചിലേക്ക് ചാടിയിരിക്കും. ഇവരെല്ലാം ആ ഒരു രീതിയിലാണ് ജനിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ. പക്ഷെ ഹ്യൂമൻ ചൈൽഡിന് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഇൻബോൺ പാറ്റേൺ അവർക്കുണ്ട്, ഇൻസ്റ്റിങ്ക്റ്റ്. അത് ഡെവലപ്പ് ആകാൻ ടൈം എടുക്കും. പക്ഷെ വൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോളം ബുദ്ധിയുള്ള വേറൊരു ജീവി ലോകത്തില്ല എന്ന് തന്നെ പറയും. അനിമൽസിന് അവരുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് പറ്റും. ആ ഒരു പക്ഷെ അത് അവരുടെ ലിമിറ്റഡ് ആയിട്ടിരിക്കും. കാരണം വെച്ചാൽ പിന്നെ കൂടുതൽ അവർക്ക് പറ്റുമൊന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വൺസ് അവർ ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റലിജൻസിനെ മറികടക്കാൻ വേറൊരു ജീവിയുടെയും ഇന്റലിജൻസ് ഇല്ല. ഹ്യൂമൻ ബേബി ഒരു ഇന്റലിജൻസോടുകൂടി ഡെവലപ്പ് ചെയ്യുന്നില്ല, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യുന്നു എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. മരിയ മോണ്ടെസോറിയുടെ ഒപ്പീനിയൻ അതായിരുന്നു. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മരിയ മോണ്ടെസോറി അഭിപ്രായപ്പെട്ടു. ഒപ്പീനിയൻ അതായിരുന്നു. അതുകൊണ്ടാണ് ആ ഹ്യൂമൻ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറഞ്ഞത് മരിയ മോണ്ടെസോറി. അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്നുള്ള പേരിലാണ് വിളിച്ചത്. സ്പിരിച്വൽ എംബ്രിയോ ഒക്കെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ, കാരണം എക്സാമിന് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ്. മരിയ മോണ്ടെസോറിയുടെ അക്കോർഡിംഗ് ടു മരിയ മോണ്ടെസോറി ആ ഒരു ഹ്യൂമൻ ബേബിയുടെ ആ ഒരു ഇൻബോൺ ആ ഒരു മൈൻഡിനെ എന്തായിരുന്നു മരിയ മോണ്ടെസോറി വിളിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം, കുറച്ച് സമയം കൂടി. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു ഫ്ലോ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പിൽ വരെ ഒന്ന് വായിക്കാം. Okay, ma'am. For the child to self-build himself, she concluded that the child must possess within a predetermined ma'am, അത് എന്തായിരുന്നു? Physic pattern. സൈക്കിക് പാറ്റേൺ. അതാണ്. Okay, ma'am. Thank you. Psychic pattern, which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his
personality will be stunted. Therefore, the child must also develop a sensitive period and an observant mind. Montessori described this spiritual embryo or the predetermined psychic pattern as a set of laws. The laws of natural development, these are the inborn powers which make the helpless human babies into the most powerful species on earth. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം തന്നെ. കാരണം ഒരു സൈക്കിക് പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ ഉണ്ട്. ഈ സൈക്കിക് പാറ്റേൺ ഡെവലപ്പായി വരും, ടൈം എടുത്ത്. ആ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആ പറഞ്ഞ ഫൗണ്ടേഷൻ വരുന്ന ആ ഒരു ഏജ് സ്പാൻ എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി ഇതിനെ ആ ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിന് സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറഞ്ഞത്. കാരണം മൈൻഡ് വളർന്നിട്ടില്ല, അതിപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്, എംബ്രിയോ സ്റ്റേറ്റിലാണ്. അതാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ഈ സൈക്കിക് പാറ്റേൺ, ആ ഒരു മൈൻഡിന്റെ ആ ഒരു പാറ്റേൺ കൂടുതൽ റിവീൽ ആകാനായിട്ട് 2 കണ്ടീഷൻസ് വേണം. കാരണം ഇത് ഡെവലപ്പ് ആകണമല്ലോ. എംബ്രിയോ സ്റ്റേജിൽ തന്നെ മനസ്സിരുന്നാൽ പോരാ, മൈൻഡ് ഡെവലപ്പായി വരണം. അതിന് 2 കണ്ടീഷൻസ് ആണ് നെസസറി ആയിട്ടുള്ളത്. ഒന്ന് ഫ്രീഡം, അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, വളരുന്ന ആ ഒരു ചുറ്റുപാട്. ഫസ്റ്റ് സറൗണ്ടിങ്സ് ആണ്. അത് ആ വളരുന്ന ചുറ്റുപാടുമായിട്ട് കണക്റ്റഡ് ആകണം, കൊളാബറേറ്റ് ചെയ്യണം. ആ ഒരു എൻവയോൺമെന്റുമായിട്ട് മനസ്സിലാക്കണം. ആ എൻവയോൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കണം, കാണണം, കേൾക്കണം, തൊട്ട് നോക്കണം. അല്ലെ, നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകും. കുട്ടികൾ ഒരുവിധം ഇച്ചിരി ഒന്ന് പ്രായമായി കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ പാർക്കില്, ബീച്ചില്, അങ്ങനെ ഇപ്പൊ നമ്മള് ഏതെങ്കിലും രീതിയിലുള്ള ട്രഡീഷൻസ് ബിലീഫ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ അവരവരുടെ ആരാധന ആ സ്ഥലങ്ങളിലും കൊണ്ടുപോകും. അല്ലെ, ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നു, പെരുന്നാളിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ രീതിയിൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കുട്ടി കണ്ട് കേട്ട് തൊട്ട് നോക്കിയൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡ്, ഫ്രീഡം. അവന് അതിനുള്ള ഫ്രീഡം കൊടുക്കണം. അവനെ എക്സ്പ്രസ് ചെയ്യാനുള്ള, റിവീൽ ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. കൊച്ചിന് എന്ത് പേഴ്സണാലിറ്റി? ഡെഫിനറ്റ്ലി കുട്ടിക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അതൊരു കുഞ്ഞാണെങ്കിലും അവന്റെ പേഴ്സണാലിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും പ്രൊവൈഡ് ചെയ്തില്ല, നമ്മൾ ഫ്രീഡം കൊടുക്കുന്നില്ല, കുട്ടിയെ പുറത്ത് വിടാതെ ഉള്ളിൽ തന്നെ വെച്ച് വളർത്തുന്നു, കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റണ്ട് ആയി പോകും, തടസ്സപ്പെട്ടു പോകും, അറസ്റ്റഡ് ആകും, തടസ്സമാകും. കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കണം. അതിന് കുട്ടി എൻവയോൺമെന്റിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം, സെൻസിറ്റീവ് ടു ദി എൻവയോൺമെന്റ്. അതുകൊണ്ടാണ് ആ പീരീഡിനെ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. പുറത്ത് കാണുന്ന എല്ലാത്തിനെയും കുട്ടി ഇങ്ങനെ സ്റ്റോർ ചെയ്യും, ഇംപ്രഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യും, അബ്സോർബ് ചെയ്യും. അതാണ് കുട്ടിയുടെ മൈൻഡിനെ അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ കാണുന്നതെല്ലാം ഓർത്തു വെക്കും, കേൾക്കുന്നതെല്ലാം അവരുടെ ഉള്ളിലുണ്ടാവും, എല്ലാം സ്റ്റോർ ചെയ്യും. ഒരു സ്പഞ്ച് വെള്ളത്തിലേക്കിട്ട വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടി കാണുന്നതും കേൾക്കുന്നതും എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് അപ്പൊ കുട്ടിയുടെ ഉള്ളിലുള്ള 2 ടൂൾസ് ആണ് ഇത് രണ്ടും. അവർക്ക് സെൻസിറ്റീവ് പീരീഡ് ആണ്, അവരുടെ അബ്സോർബൻ മൈൻഡ് ആണ്. ഈ 2 ടൂളും കുട്ടിയെ ഡെവലപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മറിയ മോണ്ടിസോറി ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ ആയിട്ടാണ് പറയുന്നത്. കുറെ സെറ്റ്സ് ഓഫ് ലോ, ഇതിന്റെ ഡെവലപ്മെന്റിന്റെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് മറിയ മോണ്ടിസോറി. ഓക്കെ, സോ ദീസ് ആർ ദി ഇൻബോൺ പവേഴ്സ്. ഹ്യൂമൻ ബേബീസിനെ മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആക്കി പിന്നീട് മാറ്റുന്ന ഇൻബോൺ പവേഴ്സ്. ജനിക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും അത് ഡെവലപ്പായി അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് ഹ്യൂമൻ ബേബീസ് മാറും. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Okay, ma'am. Respected ma'am and my dear friends, thank you so much for today's wonderful class. I really enjoyed the session and learned many useful things. I am grateful to you, ma'am, for your guidance and support. Thank also to all my classmates for being part of this learning journey. Now it's time to wind up. Wishing you all a happy and safe day ahead. See you all in the next class. Thank you. Logging out now. Goodbye. Thank you. ഡൽഹി പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മാം? മഴയായിരുന്നു 2 ദിവസം. പിന്നെ ചൂട്, നമ്മുടെ ഇവിടുത്തെ ചൂട്, ഇപ്പോഴുള്ള ചൂട് അത്ര പ്രശ്നമുള്ള ചൂടല്ല. പിന്നെ എനിക്കൊട്ടും ഇഷ്ടമില്ല, ഒട്ടും വായിച്ചില്ല. നമ്മുടെ നാട്
മാം ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ജോലി റിസൈൻ ചെയ്താലോ നോക്കുക. കാരണം 6 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പോ ജോലി റിസൈൻ ചെയ്താലോ നോക്കുകയാണ്. കാരണം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മാം. മാമിന്റെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇതിലൊന്നും ആഡ് അല്ല. പേരെന്തായിരുന്നു? സൗമ്യ. സൗമ്യ. നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലൊന്നും ആഡ് ആയിട്ടില്ല. സൗമ്യ മാം നമ്പർ ഒന്ന് സെൻഡ് ചെയ്തിടണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മാം. സെൻഡ് ചെയ്തിടൂ. കാരണം ക്ലാസ് വൈൻഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ കിട്ടില്ല ചാറ്റ് ബോക്സിൽ നിന്ന്. വേഗം അതാണ് ഞാൻ ട്രാപ്പിലായത്. നമ്പർ പറഞ്ഞു അല്ലെങ്കിൽ സേവ് ചെയ്യോ? ശ്രുതി എന്ന് പറയുന്ന കുട്ടി. ഓക്കെ പറഞ്ഞു. 960 ഓക്കെ 960 560 560 5724 അല്ലടാ? അതെ. ഓക്കേടാ, ആഡ് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു മാം. എന്റെ നമ്പർ ഒന്ന് കൊടുത്തേക്കണേ ശ്രുതി. യെസ് മാം, ഷുവർ മാം, ഞാൻ കൊടുത്തോളാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. ടെസ്റ്റിന്റെ ഇടാന്നാ പറഞ്ഞിരുന്നത്. ഇടാം. ഞാൻ സൗമ്യയുടെ ഒരു കാര്യം കൂടെ പറയട്ടെ. സൗമ്യ ജോബ് റിസൈൻ ചെയ്യണത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ, അതിന് വേണ്ടിട്ടായിരുന്നു. കാരണം ഒരുപാട് ബേർഡൻ ആവണു മാം. 2-3 ക്ലാസ് ഒക്കെ അങ്ങനെ കാണാതായിട്ടേ. എന്തായാലും ഒന്ന് ആലോചിക്ക്. ജോബ് ഇല്ലാതായാൽ സൗമ്യ സ്ട്രഗിൾ ചെയ്ത് വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അറിയില്ല മാം, നോക്കാം മാം. ഞാൻ ഇന്ന് ലീവാണ്. നാളെയും കല്യാണമാണ് കസിന്റെ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതിന്റെ ഇടയിൽ ഞാൻ കയറാറുണ്ട്. ജോബിന് ഇരിക്കുമ്പോൾ കയറാറുണ്ട്. പക്ഷെ ഫുൾ ടൈം എനിക്ക് അതിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ജോയിൻ ചെയ്യും, ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോകും. അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യും, ഒരു ബുക്ക് എടുക്കും. ബുക്കിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു പേജ് ഇങ്ങനെ എടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ആയിട്ട് പേജ് ഉണ്ടാവുമല്ലോ. ലെഫ്റ്റ് സൈഡില് ജോലി റിസൈൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ലാഭം എന്റെ നഷ്ടം എഴുതി വെക്കുക. ചെയ്താൽ എനിക്ക് കിട്ടുന്ന ലാഭം നഷ്ടം എഴുതി വെക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? മാഗസിനില് ഡ്രോയിങ് ഒക്കെ ചെയ്യാമോ മാം? ഓക്കെ മാം, താങ്ക് യു മാം. കവിത എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വരാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ മാം. Thank you, ma'am. Have a good day, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am.